الحمد لله رب العالمين نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أيها الإخوان والأخوات أوصيكم ونفسي أولا بتقوى الله أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون. ഏറെ പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികളെ, സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, പ്രപഞ്ച സൃഷ്ടാവായ റബ്ബുൽ ആലമീനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ ജീവിതത്തിൽ പാലിച്ചുകൊണ്ട് ഒരു യഥാർത്ഥ മുത്തഖീങ്ങളായി, മുഅ്മിനീങ്ങളായി ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഈ സന്ദർഭത്തിൽ ഓർമ്മപ്പെടുത്തുകയാണ്, ഉപദേശിക്കുകയാണ്, തഖ്വ കൊണ്ട് വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അവൻ ഇഷ്ടപ്പെടുന്ന അവൻ്റെ യഥാർത്ഥ സജ്ജനങ്ങളുടെ കൂട്ടത്തിൽ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. സഹോദരങ്ങളെ, നാം ഏറെ പ്രതീക്ഷിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്ത പരിശുദ്ധമായ റമദാൻ മാസം ഇങ്ങ് ഇതാ അടുത്തെത്തിക്കഴിഞ്ഞിരിക്കുക. ഒരു വിളിപ്പാടകലെ എന്നോണം അത് അത്രയും അടുത്തായി നമ്മളിലേക്ക് വന്നു നിൽക്കുകയാണ്.
റമദാനിനെ സ്വീകരിക്കാനുള്ള ഒരുക്കത്തിലും തയ്യാറെടുപ്പിലുമാണ് വിശ്വാസികൾ ഈ സമയത്ത് ഒരുങ്ങി നിൽക്കുന്നത്. അള്ളാഹുവിൻ്റെ തൗഫീക്ക് ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് നാളെ നമ്മൾ വ്രതനാളുകളിലേക്ക് കടക്കുകയാണ്. ഇന്ന് സൂര്യൻ അസ്തമിച്ച് 26 മിനിറ്റോളം ചന്ദ്രൻ മാസപ്പിറവി ദർശിക്കാൻ സാധിക്കുമെന്നാണ് അതിൻ്റെ ഹിലാൽ കമ്മിറ്റിക്കാർ നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അങ്ങനെയാണ് എങ്കിൽ ഇൻഷാ അല്ലാഹ് ഇന്ന് രാത്രി നാം സൂര്യ അസ്തമയത്തോടുകൂടി റമദാനിലേക്ക് കടക്കും. റമദാൻ മാസം ആരംഭിക്കുക. അറബി മാസങ്ങൾ കണക്കാക്കപ്പെടുന്നത് ചന്ദ്രമാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ്. ഓരോ ആരാധന കർമ്മങ്ങളും ഒക്കെ ചന്ദ്രോദയവുമായി മാസപ്പിറവിയുമായിട്ട് ബന്ധപ്പെട്ടാണ് നിലനിൽക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നാം സാധാരണ റമദാന് തറാവിഹ് നമസ്കാരം ഒക്കെ നമ്മൾ കൃത്യമായിട്ട് അത് ആരംഭിക്കുകയും ഒക്കെ ചെയ്യും. ഇൻഷാ അല്ലാഹ് അള്ളാഹുവിൻ്റെ അനുഗ്രഹമുണ്ടെങ്കിൽ നമുക്ക് എല്ലാവർക്കും ആ മാസത്തിലേക്ക് കടക്കാൻ അള്ളാഹു സുബ്ഹാനഹു വ തആല നമുക്ക് ആയുസ്സും ആരോഗ്യവും പ്രദാനം ചെയ്യുമാറാവട്ടെ. ആ മാസത്തെ കണ്ടുമുട്ടുവാനും ആരാധന കർമ്മങ്ങൾ അനുഷ്ഠിക്കുവാനുമെല്ലാമുള്ള മനസ്സും ശരീരവും അള്ളാഹു നമുക്ക് പ്രദാനം ചെയ്യുമാറാവട്ടെ. സഹോദരങ്ങളെ, റമദാനിൻ്റെ പ്രത്യേകതകൾ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത പ്രത്യേകതകളാണ് പരിശുദ്ധമായ റമദാൻ മാസത്തിനുള്ളത് എന്ന് അള്ളാഹുവും അവൻ്റെ പ്രവാചകനും നമുക്ക് പഠിപ്പിച്ചു തരിക. പൊതുവെ റമദാൻ മാസം അറിയപ്പെടുന്നത് പുണ്യങ്ങളുടെ പൂക്കാലം അല്ലെങ്കിൽ നന്മകളുടെ വസന്തകാലം എന്നൊക്കെയാണ് റമദാൻ മാസത്തെ അറിയപ്പെടുന്നത്. ഒരുപാട് പ്രത്യേകതകൾ റമദാൻ മാസത്തിനുണ്ട്. സാധാരണ മാസം പോലെയല്ല. മാസങ്ങളുടെ കൂട്ടത്തിൽ ഏറെ പ്രാധാന്യമുള്ള മാസമാണ് പരിശുദ്ധമായ റമദാൻ മാസം. അതെന്തുകൊണ്ടാണ് അത്ര പ്രത്യേകതകൾ എന്ന് നമ്മളൊക്കെ അറിയുകയും പഠിക്കുകയുമൊക്കെ ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ ആ റമദാനിനെ പൂർണ്ണമായി നമുക്ക് ഉൾക്കൊള്ളുവാൻ സാധിക്കൂ. റമദാനിൻ്റെ പ്രത്യേകതകൾ തിരിച്ചറിയാതെ പോയാൽ നമുക്ക് സാധാരണ മാസവും റമദാൻ മാസവും ഒന്നും എല്ലാം ഒരുപോലെ ആയിട്ട് നമുക്ക് തോന്നും. അങ്ങനെ ആകരുത് ഒരിക്കൽ. റമദാൻ മാസത്തിന് പ്രത്യേകതയുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയേണ്ടത്. അതിലൊന്ന്, പുണ്യങ്ങൾക്ക് ഏറെ പ്രതിഫലം ലഭിക്കുന്ന മാസമാണ്. എന്തു ചെയ്താലും കൂടുതൽ വർദ്ധിച്ചുകൊണ്ടുള്ള പ്രതിഫലം. ഒരു ചെറിയ കാര്യം ചെയ്താൽ വലിയ കൂലി കിട്ടുന്ന മാസം. ഒരു ഓഫർ സാധാരണ നമ്മൾ പറയും നമ്മുടെ നാട്ടിലുള്ളത് പോലെ. പ്രത്യേകിച്ചും ചില സീസൺ വരും, ഓഫർ ഉള്ള സീസൺ നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ. അപ്പം കുറേ സാധനങ്ങൾ വിലക്കുറവിലൊക്കെ നമുക്ക് കിട്ടും. നമ്മളത് കാത്തിരിക്കുകയും പ്രതീക്ഷിക്കുകയും ഒക്കെ ചെയ്യാറുണ്ട്. എന്നതുപോലെ വിശ്വാസികൾക്ക് ഏറെ അനുഗ്രഹപൂർണമായ അനുകൂലമായ ഒരു കാലാവസ്ഥയാണ്
റമളാൻ എന്ന് പറയുന്നത്. അതിൻ്റെ ഇത് കൂടുതൽ പ്രതിഫലം ലഭിക്കുന്നു എന്നുള്ളതാണ്. സാധാരണ നമ്മൾക്ക് ലഭിക്കുന്നത് 10 മുതൽ 700 ഇരട്ടി വരെയാണ്. ഒരു നന്മ ചെയ്താൽ, ഒരു പുണ്യപ്രവർത്തികൾ ചെയ്താൽ ആ പുണ്യപ്രവൃത്തിക്ക് കൂലി നിശ്ചയിച്ചിട്ടുള്ളത് 10 മുതൽ 700 ഇരട്ടി വരെയാണ്. എന്നാൽ ഇത് അങ്ങനെയല്ല. അത് എത്രയാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റുകയില്ല എന്നുള്ളത്. അള്ളാഹുവിൻ്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്ന, ഓതി തന്ന, പറഞ്ഞു തന്ന ഒരു ഹദീസിൽ, ഖുദ്സിയായ ഹദീസിൽ, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം, അൻ അബീ ഹുറൈറ റളിയല്ലാഹു അൻഹു ഖാല ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ല അമലി ഇബ്നു ആദമ ലഹു യുളാഇഫു الحسنة عشر أمثالها إلى 700 ضعف. قال الله عز وجل إلا الصوم فإنه لي وأنا أجزي به. നോമ്പിനെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, കുല്ലു അമലി ഇബ്നു ആദമ ലഹു, ആദമിന്റെ പുത്രന്റെ എല്ലാ കർമ്മങ്ങളും അത് അവന് 10 മുതൽ 700 ഇരട്ടി വരെയാണ് പ്രതിഫലം നൽകുന്നത് എന്ന് അള്ളാഹ് പറയുകയാണ്. എന്നാൽ നോമ്പൊഴികെ, ഇല്ല സൗ, നോമ്പ് ഒഴികെ. എന്നിട്ട് അള്ളാഹ് പറയാണ്, ഫഇന്നഹു ലി, അതെനിക്കുള്ളതാണ്, വ അന അജ്സി ബിഹി, ഞാൻ അതിന് പ്രതിഫലം നൽകും. നോമ്പ് അത് എനിക്ക്, അള്ളാഹ് എടുത്തു പറയുകയാണ്, നോമ്പ് അത് എനിക്കുള്ളതാണ്, അതിന് ഞാൻ പ്രതിഫലം നൽകും. എല്ലാം അള്ളാഹുവാണ് പ്രതിഫലം നൽകുന്നത്. പക്ഷേ നോമ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹു അത് പ്രത്യേകമാക്കി എന്നുള്ളതാണ്. അത് ഞാൻ, എൻ്റേതാണ്, അത് ഞാനാണ് പ്രതിഫലം നൽകുന്നത്. ഇവിടെ സാധാരണ നോമ്പ് എടുത്തവരും എടുക്കാത്തവരെയും നമുക്ക് തിരിച്ചറിയാൻ പറ്റുകയില്ല. രഹസ്യമായ ഒരു ഇബാദത്താണ്, ഒരു ആരാധനയാണ്, അള്ളാഹുവിന് മാത്രം അറിയാവുന്ന ഇബാദത്ത്. നമുക്ക് ആർക്കും അറിയുകയില്ല. എനിക്ക് നോമ്പുണ്ടോ, നിങ്ങൾക്ക് നോമ്പുണ്ടോ എന്ന് പരസ്പരം തിരിച്ചറിയാൻ കഴിയില്ല. എന്നാൽ നിസ്കാരത്തിന് നമുക്ക് പ്രകടമാണ്. നിസ്കരിക്കുന്നവരാരാണ്, അല്ലാത്തവരാരാണെന്ന് തിരിച്ചറിയാൻ സാധിക്കും. എന്നാൽ നോമ്പെടുത്തവർ പിടിച്ചവരാരാണ്, നോമ്പില്ലാത്തവരാരാണ് എന്ന് ആർക്കും തിരിച്ചറിയാൻ സാധിക്കുകയില്ല. അതേപോലെ തന്നെ ഓരോരുത്തർക്കും ഓരോ രൂപത്തിലുള്ള പ്രയാസമായിരിക്കും നോമ്പെടുക്കുമ്പോൾ. ചിലർക്ക് ആരോഗ്യപരമായിട്ട് ഒരുപാട് ക്ഷീണമുള്ളവരുണ്ടാവും. പക്ഷെ എന്നാലും അവർ ആ നോമ്പ് പൂർത്തീകരിക്കാനാണ് അവർ ശ്രദ്ധിക്കുന്നത്, നോമ്പ് ഒഴിവാക്കാൻ അവർ ശ്രദ്ധിക്കുന്നില്ല. എങ്ങനെയെങ്കിലും എനിക്ക് നോമ്പ് പിടിക്കണം എന്ന ഉദ്ദേശത്തിൽ നോമ്പെടുക്കുന്ന ആളുകൾ എത്രയോ ആളുകളുണ്ട്. പ്രായമുള്ള ആളുകൾ, മരുന്ന് കഴിക്കുന്ന ആളുകൾ, അവർ ആ മരുന്നൊക്കെ പിന്നെ നോമ്പ് തുറന്ന് കഴിഞ്ഞിട്ട് കഴിക്കുന്ന ആ സമയത്തേക്കൊക്കെ മാറ്റിവെച്ച് ആ സമയങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറ്റിവെക്കാറുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പം അവർക്കൊക്കെ അവരുടെയൊക്കെ പ്രതിഫലം ഒന്നല്ലല്ലോ. ഓരോരുത്തർക്കും അവരുടെ നിയ്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവർ പ്രയാസപ്പെടുന്ന പ്രയാസത്തിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അള്ളാഹു കൂലി നിശ്ചയിക്കുന്നത്. അപ്പം അതുകൊണ്ടാണ് അള്ളാഹു പറഞ്ഞത് നോമ്പെന്ന് പറഞ്ഞാൽ നമുക്ക് പ്രധാനമായിട്ടും എന്താണ്, വിശപ്പും ദാഹവും സഹിക്കുക എന്നുള്ളത്. മനുഷ്യന് ഏറെ ഇഷ്ടമുള്ള കാര്യമാണ് ഭക്ഷണം എന്ന് പറയുന്നത്. ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ നമ്മൾ തയ്യാറാകാത്ത കാര്യമാണ് ഭക്ഷണത്തിൻ്റെ കാര്യം. മറ്റെന്ത് വിട്ടുവീഴ്ച ചെയ്താലും ഭക്ഷണം നമുക്ക് നിർബന്ധമാണ്. അത് ആരുമായിട്ട് ചിലപ്പോൾ വഴക്ക് കൂടാനും ഒക്കെ നമുക്ക് യാതൊരു മടിയും ഉണ്ടാവുകയില്ല, ഭക്ഷണത്തിൻ്റെ കാര്യം. എന്നാൽ നോമ്പ് പിടിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാണ്, ഭക്ഷണം നമ്മൾ ഒഴിവാക്കുകയാണ്. തൊട്ടടുത്ത് ഉണ്ടായിട്ടും കയ്യെത്തും അകലെ ഉണ്ടായിട്ടും നമ്മളത് മാറ്റി ഒഴിവാക്കുന്നു. അത് എന്താണ്, ആ അള്ളാഹുവിൻ്റെ ആ കൽപ്പന ഉള്ളത് കൊണ്ടാണ്, അള്ളാഹു പറഞ്ഞത് കൊണ്ടാണ്, അവൻ്റെ ഇച്ഛ എന്താണ്, അവൻ്റെ ഇച്ഛപ്രകാരമാണ്. അപ്പോൾ നമ്മളത് ഒഴിവാക്കുകയാണ്. അപ്പോൾ അങ്ങനെ ഒഴിവാക്കുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയും പ്രത്യേകമായ
കൂലി നോമ്പിൻ്റെ കാര്യത്തിൽ അള്ളാഹു നൽകുന്നു എന്നുള്ളതാണ്, നോമ്പ് എനിക്കുള്ളതാണ് എന്ന് അള്ളാഹു പറഞ്ഞതിൻ്റെ കാരണമെന്ന് പറയും. ഇനി റമദാൻ മാസത്തിൻ്റെ മറ്റൊരു പ്രത്യേകതകൾ, ഒരുപാട് പ്രത്യേകതകളുണ്ട് റമദാൻ മാസം. ഈ മാസത്തിൽ അങ്ങോട്ട് നോക്കിയാൽ പിന്നെ രാവും പകലും എല്ലാം വളരെ സജീവമാകുന്ന, വിണ്ണും മണ്ണും എല്ലാം ഒരുപോലെ സജീവമാകുന്ന ഒരു സമയമാണ്. മലക്കുകൾ ഇറങ്ങി വരുന്നതും പടച്ചവൻ ഒന്നാനാകാശത്തേക്ക് ഇറങ്ങി വരുന്നതും ഒക്കെയുള്ള, അതേപോലെ തന്നെ മനുഷ്യർക്ക് സന്മാർഗമായിക്കൊണ്ട് ഖുർആൻ ഇറക്കപ്പെട്ട മാസം, അത് പ്രത്യേകമായ ലൈലത്തുൽ ഖദ്ർ ഒക്കെ അടങ്ങിയിട്ടുള്ള മാസമാണ്. അത് ഈ റമദാനിൻ്റെ തുടക്കത്തിലല്ല, അത് ഒടുക്കത്തിലേക്ക് വെച്ചിരിക്കുകയാണ് ലൈലത്തുൽ ഖദ്ർ. ആദ്യം തന്നെ ലൈലത്തുൽ ഖദ്ർ ഒന്നാം ദിവസമാണ് അല്ലെങ്കിൽ ആദ്യത്തെ 10 എന്ന് ആയിരുന്നതെങ്കിൽ എന്താകും, ആളുകളൊക്കെ അത് കഴിഞ്ഞാൽ പിന്നെ വലിയ താല്പര്യം കാണിക്കുകയില്ല. ഇപ്പോൾ തന്നെ നമ്മുടെ നാട്ടിൽ നടന്നു വരുന്നത് 25 അല്ലെങ്കിൽ 27 ആകുമ്പോൾ 27-ാം രാവ് കഴിഞ്ഞാൽ പിന്നെ എല്ലാം കഴിഞ്ഞു എന്നുള്ള ഒരു, പിന്നെ പെരുന്നാളായി എന്നുള്ള അവസ്ഥയിലാണ്, പിന്നെയും കിടക്കുകയാണ്. അത് പ്രത്യേകിച്ച് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് ആർക്കും ആ ദിവസത്തെക്കുറിച്ച് പറഞ്ഞു കൊടുത്തില്ല. അത് നിങ്ങൾക്ക് ഖൈറായിരിക്കാം എന്ന് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി. പറഞ്ഞിരുന്നെങ്കിൽ എന്താകും, ആ ഒരു ദിവസം മാത്രം കണക്കാക്കി നോമ്പെടുത്ത് നല്ലവരാകും, നല്ല മിടുക്കന്മാരാകും. ബാക്കിയുള്ളവരൊക്കെ മണ്ടന്മാരും എന്ന രീതിയിലൊക്കെ ആയിപ്പോവും. അപ്പോൾ അത് വളരെ കൃത്യമായിട്ടാണ് അത് ആ ദിവസം പറയാഞ്ഞത്. അതിനെ നിങ്ങൾ പ്രതീക്ഷിച്ചു കൊള്ളുവിൻ. അവസാന നാളുകളിലെ, റമദാനിൻ്റെ അവസാനത്തെ ദിവസങ്ങളിലെ ഒറ്റയായ നാളുകളിൽ നിങ്ങൾ ലൈലത്തുൽ ഖദ്റിനെ പ്രതീക്ഷിച്ചു കൊള്ളുക എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് പഠിപ്പിച്ചു തന്നത്. അപ്പോൾ 21, 23, 25, 27, 29 ഇങ്ങനെ ഒറ്റയായ രാവുകളിലാണ് അതിനെ പ്രതീക്ഷിക്കേണ്ടത്. ചില ഹദീസുകൾ 25 എന്ന് വന്നിട്ടുണ്ട്. അങ്ങനെ കുറേ അഭിപ്രായങ്ങളൊക്കെ ആ വിഷയത്തിൽ കാണാം. ഏത് ദിവസമാണ് എന്ന് കൃത്യമായിട്ട് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ ഉമ്മത്തിന് പറഞ്ഞു കൊടുത്തിട്ടില്ല. അത് മറപ്പിച്ചു കളഞ്ഞു. പറയാൻ വേണ്ടി പുറപ്പെട്ടു വന്നതാണ് പ്രവാചകൻ. അങ്ങനെയും ഹദീസുണ്ട്. ലൈലത്തുൽ ഖദ്ർ ഏത് നാളാണ് എന്ന് പറയാൻ വേണ്ടി വീട്ടിൽ നിന്നും പുറത്തിറങ്ങി വന്നു. അപ്പോഴത്തേക്ക് 2 ആളുകൾ തമ്മിൽ വഴക്കിടുന്നത് കണ്ടു. നബി അവിടെ അത് മറന്നുപോയി, അല്ലെങ്കിൽ മറപ്പിച്ചു കളഞ്ഞു. അള്ളാഹു അത് പറഞ്ഞില്ല, ആ ദിവസം ഏതാണെന്ന് പറഞ്ഞില്ല. എന്നിട്ട് പറഞ്ഞു അത് നിങ്ങൾക്ക് ഖൈറായിരിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ റമദാനിലെ ഇങ്ങനെയുള്ള ഒരുപാട് പ്രത്യേകതകളും സവിശേഷതകളും ഒക്കെ ഉള്ള മാസമാണിത്. അതുകൊണ്ട് പ്രത്യേകം നമ്മൾ എന്ത് ചെയ്യണം, റമദാനിൽ അണിഞ്ഞൊരുങ്ങണം. റമദാനിൽ കൂടുതൽ ഇബാദത്തുകൾ നിർവഹിക്കുവാൻ നാം താല്പര്യമെടുക്കണം. അത് സാധാരണ പോലെ ആക്കി മാറ്റരുത്. റമദാനിലൊരു പ്രത്യേകത, നമ്മൾ മാറാൻ സാധിക്കണം. റമദാനിൽ നമ്മൾ മാറ്റിയെടുക്കണം. ഇപ്പോഴുള്ള അവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം അനിവാര്യമായും നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം. ഈ 30 നാളുകളും നമുക്ക് എന്തെല്ലാം അമലുകൾ ചെയ്യാൻ സാധിച്ച് പുണ്യം സമ്പാദിക്കാൻ സാധിക്കും എന്ന് നമ്മൾ ഒരു പ്ലാൻ തയ്യാറാക്കണം. പല മനസ്സുകളുമുണ്ട്, പലതരത്തിലുള്ള മനസ്ഥിതിക്കാരുണ്ട് നമ്മുടെ കൂട്ടത്തിൽ. ചിലർക്ക് റമദാൻ വരുന്നത് തന്നെ എന്താണ്, ഒരു പ്രയാസം പോലെ ആയിരിക്കും. എന്താ കാരണം, അവർക്ക് ഈ ഭക്ഷണത്തിന് ബുദ്ധിമുട്ട് എല്ലായിടത്തും. അവിടെ ചെന്നാലും ചില ഈ മുസ്ലിം ഭൂരിപക്ഷ പ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് അവിടെ കടയും ഹോട്ടലും ഒന്നും ഉണ്ടാവില്ല. അപ്പം വീട്ടിലും ഉണ്ടാവില്ല, പുറത്തു പോയാൽ അവിടെയും കിട്ടിയില്ലാത്ത ഒരവസ്ഥ ഉണ്ടാവും. അതിനെക്കാട്ടി നല്ലത് നോമ്പ് പിടിക്കലാണെന്ന് പിന്നെ മൂപ്പരങ്ങ് തീരുമാനിച്ചു കളയും. അപ്പോൾ ഇങ്ങനെ ഏറ്റവും പ്രധാനപ്പെട്ട ദിവസങ്ങളാണ് എന്ന് മനസ്സിലാക്കണം. മറ്റൊരു ഹദീസ് നോക്കിക്കേ, ഇദാ കാന അവ്വലു ലൈലത്തിൻ മിൻ ശഹ്രി റമളാന സുഫിദത്തി ശയാതീൻ വമറദത്തുൽ ജിന്നി വഉല്ലിഖത് അബ്വാബുൻ നാർ ഫലം യുഫ്തഹ് മിൻഹാ ബാബുൻ വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖ് മിൻഹാ ബാബുൻ വയുനാദി മുനാദിൻ കുല്ലു ലൈലത്തിൻ യാ ബാഇയൽ ഖൈർ അഖ്ബിൽ വയാ ബാഗിയ ശർർ അഖ്സിർ
വലില്ലാഹി ഉതഖാഉ മിനന്നാരി വദാലിക കുല്ലു ലൈല. ഇബ്നു മാജ, തിർമുദി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. അതായത് റമദാനിൻ്റെ ആദ്യത്തെ രാവ് ആഗതമായാൽ, ഒന്നാമത്തെ രാവ് ആഗതമായാൽ റമദാനിൽ സുഫിദത്തി ഷയാത്തീൻ, പിശാചുകളെ ചങ്ങലക്കിടപ്പെടും. പിശാചുക്കളെ അള്ളാഹു ചങ്ങലയിൽ ഇടും, ബന്ധിക്കുന്നതാണ്. വമറദത്തു ജിന്ന്, അതേപോലെ ജിന്നുകളിലെ അതിക്രമകാരികളായ ആളുകളെ, ഉപദ്രവകാരികളായ ആളുകളെയും ജിന്നുകളെയും അല്ലെങ്കിൽ മല്ലന്മാരെയും അള്ളാഹു സുബ്ഹാനഹു വ തആല ചങ്ങലയിൽ ബന്ധിച്ചിടുമെന്നാണ്. വഗുല്ലിഖത് അബ്വാബുന്നാർ, നരക കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും. ഫലം യുഫ്തഹു മിൻഹാ ബാബുൻ, പിന്നീട് അതിൻ്റെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല. ആ മാസത്തിൽ, റമദാൻ മാസത്തിൽ പിന്നെ നരകത്തിൻ്റെ ഒരു വാതിലും തുറക്കപ്പെടുകയില്ല, അടച്ചിടും, നരകം അടക്കുകയാണ്. അതുപോലെ തന്നെ വഫുതിഹത് അബ്വാബുൽ ജന്ന ഫലം യുഗ്ലഖു മിൻഹാ ബാബുൻ, സ്വർഗ കവാടങ്ങൾ തുറക്കപ്പെടും, അത് അടക്കുകയുമില്ല. ആ മാസത്തിൽ സ്വർഗ കവാടങ്ങളെല്ലാം, സ്വർഗത്തിന് കവാടങ്ങളുണ്ടല്ലോ, 8 വാതിലുകളുണ്ട് സ്വർഗത്തിന്, ആ 8 വാതിലും തുറന്നു വെക്കപ്പെടുന്ന മാസമാണ് എന്ന്. എന്നിട്ട് വയുനാദി മുനാദിൻ കുല്ലു ലൈല, ഒരാൾ വിളിച്ചു പറയും, എല്ലാ രാത്രിയും വിളിച്ചു പറയും, യാ ബാഗിയൽ ഖൈർ, ഏ നന്മ കാംക്ഷിക്കുന്നവനെ, അഖ്ബിൽ, മുന്നോട്ട് വരുവീൻ. നന്മ ചെയ്യാൻ ഉള്ള ആളുകളെ, നന്മ ചെയ്യുന്നവരെ, നന്മ കാംക്ഷിക്കുന്നവരെ നിങ്ങൾ മുന്നിടുവിൻ, മുന്നോട്ട് വരുവിൻ എന്ന് പറയും. അതേപോലെ വയാ ബാഗിയ ശർറ്, തിന്മ ചെയ്യുന്നവരെ, തിന്മ കാംക്ഷിക്കുന്നവരെ, അക്സിർ, മതിയാക്കിക്കോ, നിർത്തിക്കോ എന്ന് അവരോടും വിളിച്ചു പറയപ്പെടും. എന്നിട്ട് വലില്ലാഹി ഉതഖാഉ മിനന്നാർ, അള്ളാഹു നരകത്തിൽ നിന്ന് മോചിപ്പിക്കുന്ന ചില ആളുകൾ ഉണ്ട്. കുല്ല ലൈലത്തിൻ, എല്ലാ രാത്രികളിലും, എല്ലാ രാത്രികളിലും അള്ളാഹു ചിലരെ നരകത്തിൽ നിന്ന് മോചിപ്പിക്കും. അപ്പോൾ എന്തെല്ലാം കാര്യങ്ങളാണ് കിട്ടുന്നത്, നമുക്ക് ലഭിക്കാൻ പോകുന്നത് ഓരോ റമദാനിലും. അപ്പോൾ ഇത് വലിയ ഒരു അവസരമായിട്ട് നമ്മൾ കാണണം. നല്ല സ്വർഗത്തിൽ എളുപ്പം പ്രവേശിക്കാൻ, നരകത്തിൽ നിന്ന് മോചനം ലഭിക്കുവാനുമുള്ള ഒരു അവസ്ഥയാണുള്ളത്. ആർക്കെങ്കിലും നന്നാവാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ മാസം തിരഞ്ഞെടുത്തു. എന്തെങ്കിലും ദുശീലങ്ങൾ, ഒഴിവാക്കാൻ പറ്റാത്ത എന്തെങ്കിലും ദുശീലങ്ങൾ നമുക്കുണ്ടെങ്കിൽ ഈ മാസം അതിനെ തിരഞ്ഞെടുത്തു. നമുക്ക് എല്ലാം ഒഴിവാക്കാൻ സാധിക്കുന്ന മാസമാണ്. മനസ്സ് പൂർണ്ണമായും നമുക്ക് കീഴ്പ്പെടുന്ന മാസമാണിത്. നമ്മുടെ മനസ്സ് നമുക്ക് പിടിതരാറില്ല. മനസ്സിൻ്റെ ആഗ്രഹത്തിനനുസരിച്ചായിരിക്കും പലപ്പോഴും നമ്മുടെ സഞ്ചാരം. പക്ഷെ ഈ മാസത്തിൽ മനസ്സുകളുടെ മേൽ ഒരു ആധിപത്യം സ്ഥാപിക്കാൻ നമുക്ക് സാധിക്കും. നമ്മൾ വിളിക്കുന്ന വഴിയിലേക്ക് നമ്മുടെ മനസ്സ് എത്തിച്ചേരുന്ന മാസമാണ് റമദാൻ മാസം. ഒരു അനുകൂലമായ, ഇതിപ്പോൾ കടലിലെ തിരമാലകളൊക്കെ അടങ്ങി ശാന്തമാകുന്ന ഒരു സമയമുണ്ട്. അതുപോലെ നമ്മുടെ മനസ്സ് ശാന്തമായി നിൽക്കുന്ന ഒരു സമയമാണ് പരിശുദ്ധമായ റമദാൻ മാസം എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് ഈ അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. എന്നിട്ട് ഇതേ ആശയം വരുന്ന മറ്റൊരു ഹദീസ്, ഈ പറഞ്ഞതെല്ലാം, സ്വർഗം കവാടം തുറക്കപ്പെടും, നരക കവാടം കൊട്ടിയടക്കപ്പെടും എന്നൊക്കെ പറഞ്ഞ മറ്റൊരു നസായി റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ ഇത്ര കൂടിയുണ്ട്: മൻ ഹുരിമ ഖൈറഹാ ഫഖദ് ഹുരിമ, ആർക്കെങ്കിലും നന്മ തടയപ്പെട്ടുവോ അവൻ തടയപ്പെട്ടവനായി. ഈ റമദാന് വന്നിട്ട് നന്മയൊന്നും നേടാൻ സാധിച്ചില്ലെങ്കിൽ അവൻ തടയപ്പെട്ടു, അവന് പിന്നെ ഒന്നും നേടാൻ പറ്റുകയില്ല. നമ്മളൊക്കെ മനസ്സിലാക്കേണ്ട കാര്യമാണിത്. സാധാരണ പോലെയുള്ള ദിവസത്തെ പോലെയാണ് നമ്മൾ ഈ റമദാൻ ദിവസങ്ങളെയും കാണുന്നത് എങ്കിൽ, ചിലർക്ക് കട്ടിൽ കണ്ട രാത്രി ആകുമ്പോൾ ഇച്ചിരി ഒന്ന് ഖുർആൻ ഓതാം എന്ന് മനസ്സ് വെക്കുമ്പോഴത്തേക്ക് കട്ടിൽ കാണുമ്പോൾ പിന്നെ
ഉറക്കം വന്നു കഴിഞ്ഞു. അങ്ങനെയൊക്കെ എന്ത് ചെയ്യുക, അതങ്ങ് പോവും. റമദാൻ കാത്തു നിൽക്കുവോ? റമദാൻ കേവലമായ അയ്യാമം മഅദൂദാത്താണ്, എണ്ണപ്പെട്ട ദിവസങ്ങളാണ്. അതങ്ങ് പെട്ടെന്ന് 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 തീരും. പെട്ടെന്നായിരിക്കും അതിൻ്റെ വരവും പോക്കും. അതുകൊണ്ട് നന്മകൾ തടയപ്പെടാതിരിക്കാനായിരിക്കും നമ്മൾ ശ്രമിക്കേണ്ടത്. സാധാരണ നമുക്ക് ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ നോക്കി നിന്നാൽ നമുക്ക് പറ്റുകയില്ല. നോക്കുകൂലിയൊന്നും കിട്ടുകയില്ല റമദാൻ മാസത്തിൽ. ആർക്കും എന്താണ് നോക്കി നിന്ന അധ്വാനിച്ചവൻ, സാധാരണ നമുക്ക് അറിയാമല്ലോ, അധ്വാനിച്ചാലേ കൂലി കിട്ടുകയുള്ളൂ. റമദാനിൽ നമ്മൾ എത്രമാത്രം അധ്വാനിക്കുന്നുണ്ട് അതനുസരിച്ചുള്ള കൂലിയെ നമുക്ക് കിട്ടുകയുള്ളൂ. അതിന് നമ്മൾ തീരുമാനമെടുക്കണം. ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും തീരുമാനമെടുക്കണം. എനിക്ക് എൻ്റെ കഴിഞ്ഞ റമദാൻ പോലെ അല്ല, അല്ലെങ്കിൽ ആകരുത് ഈ റമദാനിൽ എനിക്ക് പുണ്യം നേടിയേ മതിയാവൂ എന്നുള്ള ഒരു മത്സര ബുദ്ധി, ഒരു വാശി ആ കാര്യത്തിൽ നമ്മൾ കാണിക്കണം. അപ്പൊ അതുകൊണ്ട് പിന്നെ ഉറക്കത്തിന് ഒരു സമയം നിശ്ചയിക്കണം. അതേപോലെ ഖുർആൻ പാരായണത്തിനൊക്കെ സമയം നിശ്ചയിക്കണം. ജമാഅത്ത് നമസ്കാരത്തിൽ ജമാഅത്തോടുകൂടി തന്നെ നമസ്കരിക്കാനും, അത് സുബഹി ഉൾപ്പെടെ പള്ളിയിൽ വന്ന് നമസ്കരിക്കാനും, അതേപോലെ എന്തെല്ലാം കാര്യങ്ങൾ. നമ്മൾ പരലോകത്തിൽ വിശ്വസിക്കുന്നവരാണല്ലോ, അവിടെയാണല്ലോ എല്ലാം പ്രതിഫലം ലഭിക്കുന്ന വേദി, അവിടെയാണല്ലോ മാലിക് യൗമിദ്ദീൻ, പ്രതിഫലം നൽകുന്ന ദിവസത്തിന്റെ ഉടമസ്ഥൻ. നമ്മൾ കഴിഞ്ഞ ഖുത്ബകളിലൊക്കെ അമലിന്റെ പ്രാധാന്യവും ഒക്കെ നമ്മൾ പറഞ്ഞു. അമല് അത് നമ്മളുടെ കൂട്ട് അത് മാത്രമേ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഈ കിട്ടുന്ന അവസരം നമ്മൾ പരമാവധി പ്രയോജനപ്പെടുത്തുക. മൻ ഹുരിമ ഖൈറഹ ഫഖദ് ഹുരിമ. ആർക്കെങ്കിലും അതിന്റെ ഖൈർ തടയപ്പെട്ടുവോ അവൻ തടയപ്പെട്ടവനായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരിക്കൽ മിമ്പറിലേക്ക് ഇങ്ങനെ കയറി വരുമ്പോൾ നമ്മൾ കേട്ടിട്ടുള്ളതാണ്, 3 ആമീൻ പറഞ്ഞു. 3 ആമീൻ. നബിയുടെ മിമ്പർ പടിയുള്ള മിമ്പറാണ്, 3 പടിയുള്ള മിമ്പറായിരുന്നു. നബി ഇങ്ങനെ ഓരോ പടി ചവിട്ടുമ്പോഴും ആമീൻ ആമീൻ എന്നിങ്ങനെ പറയുകയുണ്ടായി. അപ്പോൾ നബിയോട് ചോദിച്ചു, നബിയെ എന്താണ് താങ്കൾ ആമീൻ 3 ആമീൻ ഞങ്ങൾ കേട്ടല്ലോ എന്ന് ചോദിച്ചപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞു കൊടുക്കുകയാണ്, ഇന്ന ജിബ്രീൽ അലൈഹിസ്സലാം അതാനി. ജിബ്രീൽ അലൈഹിസ്സലാം എൻ്റെ അടുക്കൽ വന്നു. ഫഖാല, എന്നിട്ട് പറഞ്ഞു, മൻ അദ്റക ശഹ്റ റമളാന ഫലം യഗ്ഫറ ലഹു ഫദഖല النار ഫഅബ്അദഹു അല്ലാഹു ഖുൽ ആമീൻ ഫഖുൽതു ആമീൻ. ജിബ്രീൽ അലൈഹിസ്സലാം പ്രാർത്ഥിച്ചു, മൻ അദ്റക ശഹ്റ റമളാന, ആർക്കെങ്കിലും റമളാൻ മാസം കിട്ടി, ഫലം യഗ്ഫറ ലഹു, എന്നാൽ അവനെ പാപം പുറത്തു കിട്ടിയില്ല, പാപം പൊറുക്കപ്പെട്ടില്ല, ഫദഖല النار, അവൻ നരകത്തിൽ പ്രവേശിക്കുകയും ചെയ്തു, ഫഅബ്അദഹു അല്ലാഹ്, അങ്ങനെയുള്ളവനെ അള്ളാഹു വിദൂരത്താക്കട്ടെ, അകറ്റട്ടെ, അല്ലെ നശിക്കട്ടെ എന്ന് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു. ഖുൽ, നബി പറയുക, ആമീൻ ഫഖുൽതു ആമീൻ, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. ജിബ്രീൽ എന്നോട് പറഞ്ഞു ആമീൻ പറയുക, അപ്പോൾ ഞാൻ ആമീൻ പറഞ്ഞു. നോക്കുക, ഒരു റമദാൻ കിട്ടിയിട്ട് നമുക്കിപ്പോൾ എത്ര റമദാൻ കിട്ടി? ഇൻഷാ അല്ലാഹ് നമുക്ക് ഇനിയും ഒരു റമദാൻ കൂടി വരികയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ആ റമദാൻ മാസത്തിലേക്ക് നമുക്ക് ആയുസ് നീട്ടി തരുമാറാവട്ടെ. അപ്പോൾ ഇങ്ങനെ കിട്ടിയിട്ടും ഇതൊന്നും കിട്ടിയില്ല, പാപങ്ങൾ പുറത്ത് കിട്ടിയില്ല, പുണ്യങ്ങൾ നേടിയില്ല, അതങ്ങനെ അങ്ങനെ 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 മുഴുങ്ങി പോയി, അത് അങ്ങ് തള്ളിവിട്ടു. അപ്പോ എന്തായി? അവന് നാശമുണ്ടാവട്ടെ. 3 ആമീനാണല്ലോ പറഞ്ഞു. രണ്ടാമത്തെ ഒരു ആമീൻ പറഞ്ഞത് മാതാപിതാക്കളുടെ വിഷയത്തിലാണ്. ഇതേപോലെ തന്നെ മാതാപിതാക്കളെ കിട്ടി, അതിൽ 2 പേരുവോ അല്ലെങ്കിൽ ഒരാളോ ഇവന് കിട്ടിയിട്ട് അതിൻ്റെ ആ മാതാപിതാക്കളെ കൊണ്ട് ഒരു പുണ്യം നേടിയെടുക്കാൻ
സാധിക്കാത്തവന്, അവർക്ക് നന്മ ചെയ്ത് അതിൻ്റെ പുണ്യം എത്ര വലുതാണ്. അവർക്കൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ, മാതാപിതാക്കളെ സംരക്ഷിക്കുന്നവർക്കുള്ള പ്രതിഫലം എത്രയാണ്. അള്ളാഹുവിനെ ആരാധിക്കുക എന്ന് പറഞ്ഞതിന് ശേഷം അള്ളാഹു പറയുന്നത് പിന്നെ മാതാപിതാക്കൾക്ക് ഇഹ്സാൻ ചെയ്യുക എന്ന്, മാതാപിതാക്കൾക്ക് നന്മ ചെയ്യണമെന്ന്. വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു വബിൽ വാലിദൈനി ഇഹ്സാന എന്നാ പറഞ്ഞത്. വഖളാ റബ്ബുക, നിന്റെ റബ്ബ് വിധിച്ചിരിക്കുന്നു, വഖളാ റബ്ബുക അല്ലാ തഅബുദു ഇല്ലാ ഇയ്യാഹു, അവനെ മാത്രമേ നിങ്ങൾ ആരാധിക്കാവൂ. എന്നിട്ട് പറഞ്ഞു വബിൽ വാലിദൈനി ഇഹ്സാന, നിന്റെ മാതാപിതാക്കൾക്ക് നീ നന്മ ചെയ്യണം. ഇന്ന് എന്താണ് അവസ്ഥ അല്ലേ? ഇന്ന് വല്ലാത്ത ഒരവസ്ഥയിലാണ് മാതാപിതാക്കളുടെ കാര്യം. മക്കൾ ആയിട്ട് അന്വേഷിക്കാത്ത എത്രയോ മാതാക്കൾ തെരുവിലേക്ക് തള്ളിവിടപ്പെടുന്ന, വീടുകളിൽ നിന്നും അടിച്ചു പുറത്താക്കപ്പെടുന്ന ഒരു സാഹചര്യത്തിൽ ആണ് മാതാപിതാക്കളും മക്കളും തമ്മിൽ നിലനിൽക്കുന്നത്. അങ്ങനെ ഒരു സാഹചര്യമാണ്, വളരെ പുണ്യമുള്ള കാര്യമാണ്. അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിക്കാൻ ജിബ്രീൽ പറഞ്ഞപ്പോൾ ആമീൻ പറയുകയാണ്. ഇങ്ങനെ മാതാപിതാക്കളെ കിട്ടിയിട്ട് അതുകൊണ്ട് സ്വർഗം നേടാൻ സാധിച്ചില്ല, നരകത്തിൽ പോവേണ്ടി വന്നു, അവൻ തുലയട്ടെ, അവൻ അകറ്റട്ടെ എന്ന് പറഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചു ആമീൻ. പിന്നെ മൂന്നാമത്തത് പറഞ്ഞ ആമീൻ സ്വലാത്താണ്. നബിയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേര് കേട്ടിട്ട് സ്വലാത്ത് ചൊല്ലാത്തവൻ, അവനും പിന്നെ എന്ത് ചെയ്യുക, അവനെയും അള്ളാഹു അകറ്റട്ടെ എന്നാണ്. അപ്പൊ സഹോദരങ്ങളെ, അതുകൊണ്ട് റമദാൻ മാസം പ്രത്യേകതയുള്ള മാസമാണ്. അത് ഏതെങ്കിലും സാധാരണ ഒരു ദിവസത്തെ പോലെ നമ്മൾ കാണരുത്. പ്രമുഖ സഹാബി വര്യനായ ജാബിർ ബിൻ അബ്ദുല്ലാഹ് റളിയല്ലാഹു അൻഹു പറയുന്നത് നോക്കുക. ഇദാ സുംത ഫൽയസും സംഅക വബസറക വബസറുക വലിസാനുക, നീ വ്രതമനുഷ്ഠിച്ചാൽ നിന്റെ കൂടെ നിന്റെ കണ്ണും കാതും നാവും വ്രതമനുഷ്ഠിക്കട്ടെ. അനിൽ കദിബി വൽ മഹാരിം, ഹറാമായ നിഷിദ്ധമായ കാര്യങ്ങളിൽ നിന്നെല്ലാം, അതേപോലെ കളവിൽ നിന്നുമെല്ലാം അവൻ മാറി നിൽക്കട്ടെ. ആ വിഷയത്തിൽ അവൻ്റെ കണ്ണും കാതും നാവും എല്ലാം നോമ്പെടുക്കണം. നീ നോമ്പെടുത്താൽ, നീ മാത്രം നോമ്പെടുത്താൽ പോരാ, നിന്റെ കൂടെ നിന്റെ നാവുണ്ടാവണം, നിന്റെ കണ്ണിനും നോമ്പായിരിക്കണം, നിന്റെ കാതുകൾക്കും നോമ്പായിരിക്കണം. അതൽ ജാരി, അയൽവാസികളെ ബുദ്ധിമുട്ടിക്കുന്ന കാര്യത്തിൽ നിന്നെല്ലാം നീ ഒഴിവാക്കണം, വിട്ടു നിൽക്കണം. പലപ്പോഴും അയൽപക്ക ബന്ധങ്ങളൊക്കെ ഊഷ്മളമാകണം, നല്ല ബന്ധമായിരിക്കണം. നാം വീണാൽ ആദ്യം ഓടിയെത്തുന്നത്, നമ്മളെ താങ്ങി എടുക്കുന്നത് നമ്മുടെ അയൽവാസികൾ, അത് കഴിഞ്ഞിട്ടേ ഉള്ളൂ നമ്മുടെ ബന്ധുക്കളൊക്കെ ഒരുപക്ഷെ അവിടെയും ഇവിടെയും വിദൂരത്തൊക്കെ ആയിരിക്കും. നമ്മളെ ആദ്യം നമുക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ആദ്യം ഓടിയെത്തുന്നത് നമ്മുടെ അയൽപക്കത്തിൽ ജീവിക്കുന്ന ആളുകൾ. അപ്പൊ ആ ബന്ധം എന്തുണ്ടെങ്കിലും, എത്ര ഇതുണ്ടെങ്കിലും വിട്ടുവീഴ്ച ചെയ്തു കൊടുത്തുകൊണ്ട് നല്ല സ്നേഹത്തിൽ കഴിയാനാണ് ഇസ്ലാം നമ്മെ പഠിപ്പിക്കുന്നത് അല്ലേ? അയൽവാസി വിശന്നിരിക്കുമ്പോൾ വയറ് നിറച്ച് ഉണ്ണുന്നവൻ എന്നിൽപ്പെട്ടവനല്ല എന്നാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അതേപോലെ തന്നെ അയൽവാസികൾക്ക് കൂടി സ്വത്തിന്റെ ഓഹരി വെച്ച് കൊടുക്കേണ്ടി വരുമോ എന്ന് പോലും അയൽവാസിയുടെ വിഷയത്തിൽ എനിക്ക് തോന്നിപ്പോയി. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം എൻ്റെ അടുക്കൽ വന്ന് അയൽവാസികളെ കുറിച്ചുള്ള കടമകൾ പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിപ്പോയി അവർക്ക് നമ്മുടെ സ്വത്തിൽ നിന്ന് ഓഹരി ഉണ്ടാകുമോ എന്ന്. അത്രയും വലിയ പ്രാധാന്യമാണ് അയൽവാസികളുമായിട്ട് നമ്മൾ കാണിക്കേണ്ടത്. അല്ലാതെ അവരുമായിട്ട് എന്നും വഴക്കും വക്കാണത്തിലും ഒക്കെ ആകരുത്. എന്തെല്ലാം പ്രശ്നങ്ങളാണ് അയൽപക്ക പ്രശ്നങ്ങൾ. വിട്ടുവീഴ്ച, കാരുണ്യം, സ്നേഹം ഒക്കെ അവിടെ പ്രകടിപ്പിക്കേണ്ടതുണ്ട്. അതുപോലെ തന്നെ വലാകിൻ അലൈക വഖാറും വസകീനത്തുൻ, വ്രതദിനത്തിൽ അതിൻ്റെ ശാന്തതയും ഗാംഭീര്യവും നിങ്ങളിൽ പ്രകടമാവണം.
വ്രതമനുഷ്ഠിക്കുമ്പോൾ അതിൻ്റെ ഗാംഭീര്യം തളർന്നു ഒടിഞ്ഞു കുത്തി പിന്നെ അവസ്ഥ ക്ഷീണിച്ച് അങ്ങനെ കിടന്ന് ആ രീതിയിലേക്ക് പോകരുത്. നോമ്പെടുത്താൽ, വ്രതമെടുത്താൽ നമ്മൾ എന്താണ്, അവിടെ ഒരു ഗാംഭീര്യവും ഒരു ശാന്തതയും എല്ലാം നമുക്കുണ്ടാവണം. പറഞ്ഞു പഠിപ്പിക്കുകയാണ് നമുക്ക് ഈ സ്വഹാബി. ആരാണ്? ജാബിർ ബിൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു നമുക്ക് പറഞ്ഞു പഠിപ്പിച്ചു തരാണ്. നീ നോമ്പെടുത്താൽ അതിൻ്റെ ഒരു ഗാംഭീര്യം നിന്നിലുണ്ടാവണം, ഒരു ഉഷാറ് നിന്നിലുണ്ടാവണം. അതല്ലാതെ തളർന്നു കുത്തി ഒടിഞ്ഞ് എവിടെയെങ്കിലും മാറി തൂങ്ങി ഇങ്ങനെ പോകുന്ന ഒരവസ്ഥ ഉണ്ടാവാൻ പാടില്ല. എന്നിട്ട് അദ്ദേഹം പറയുകയാണ്, യൗമു സൗമിക വ യൗമു ഫിത്രിക സവാഉൻ. നോമ്പുള്ള ദിനവും നോമ്പില്ലാത്ത ദിനവും ഒരുപോലെയാവരുത്. നല്ലൊരു ഉപദേശമാണ്. നോമ്പുള്ള ദിനവും നോമ്പില്ലാത്ത ദിനവും ഒരുപോലെയാവരുത്. അപ്പോൾ എന്തെങ്കിലും ഒരു വ്യത്യാസം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് നോമ്പ് മാസം വരുമ്പോൾ ആ നാളുകളിലൊക്കെ നമുക്ക് ഒഴിഞ്ഞിരുന്നു കൊണ്ട് ഇബാദാത്തുകൾ നിർവഹിക്കാൻ എന്തെല്ലാം കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്, അതൊക്കെ നമ്മൾ നിർവഹിക്കണം. ഖുർആൻ ഇറങ്ങിയ മാസം ഖുർആൻ ഓതണം, ഒരാവർത്തി ഓതണം. ഖുർആൻ ഒരാവർത്തി ഒന്ന് ഓതാൻ സാധിക്കണം. ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നു ഖുർആൻ ഓതിക്കേട്ടിരുന്നു റമദാൻ വരുമ്പോൾ. അതേപോലെ തന്നെ ദാനധർമ്മങ്ങൾ ചെയ്യുന്ന വിഷയത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റീഹും മുർസല എന്നാ പറഞ്ഞത്. അടിച്ചു വീശുന്ന കാറ്റിനേക്കാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാനിൽ ഉദാരനായിരുന്നു എന്ന്, ഔദാര്യവാനായിരുന്നു, ജൂദ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് ഹദീസുകളിൽ കാണാം. അപ്പൊ ഈ മാസത്തിൽ നമുക്ക് ലഭിക്കുന്ന ഓരോ പുണ്യം ചെയ്യാൻ പറ്റുന്ന അവസരങ്ങളാണ് സ്വതക്കകൾ, ദാനധർമ്മങ്ങളൊക്കെ വർദ്ധിപ്പിക്കുക. വെറും നോമ്പുകാരായിട്ട് മാത്രം ആകാതെ ഈ വക പുണ്യകർമ്മങ്ങളൊക്കെ നമുക്ക് ചെയ്യണം. പഠിക്കണം, എന്തെങ്കിലും പഠിക്കാനൊക്കെ ഒരു അവസരമാണ്. ചർച്ചകൾ നടക്കണം. ഈ ഇന്നത്തെ വിഷയങ്ങളൊക്കെ വെച്ചുകൊണ്ടുള്ള ചർച്ചകളും പഠന ക്ലാസ്സുകളും ഒക്കെ കൊണ്ട് സജീവമാക്കി മാറ്റാൻ നമ്മൾ പരിശ്രമിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങനെ റമദാനിലെ എല്ലാ പുണ്യങ്ങളും നേടിയെടുക്കുന്ന യഥാർത്ഥ ബുദ്ധിമാന്മാരിൽ, ഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തുമാറാവട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസല്ലല്ലാഹു അലാ നബിയിൽ മുർസലീൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ. അമ്മാ ബഅദ് ഇത്തഖുല്ലാഹ ഇബാദുല്ലാഹ്. ഊസിക്കും സാനിയം ബിത്തഖ്വല്ലാഹ്. പ്രിയമുള്ള സഹോദരങ്ങളെ, ഒരിക്കൽ കൂടി അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾ സൂക്ഷിച്ച് ജീവിക്കണമേ എന്ന് എന്നെയും നിങ്ങളെയും ഉപദേശിക്കുകയാണ്. അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായ വെഞ്ഞാറമൂട്ട് അഫാൻ എന്ന് പറയുന്ന ഒരു യുവാവ്, 23 വയസ്സുള്ള ഒരു യുവാവ്, അവൻ ചെയ്ത ആ പ്രവൃത്തി വളരെ നിഷ്ഠൂരമായ, വളരെ ക്രൂരമായ ഒരു പ്രവൃത്തി. അവൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ആളുകളെയാണ് അവൻ അടിച്ച് അവൻ കൊന്നത്. വളരെ ക്രൂരമായിട്ടാണ് അത് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ ഇങ്ങനെ നമ്മുടെ ആവർത്തിച്ചു വരികയാണ്, ഇങ്ങനെ കൂടി വരികയാണ്. അപ്പം ആ വിഷയത്തിലൊക്കെ നമ്മുടെ സമൂഹം കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. നമ്മുടെ കുട്ടികൾ വളർന്നു വരുന്ന ചുറ്റുപാടുകൾ അത് മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് നേർവഴി ലഭിക്കുന്ന കാര്യങ്ങൾ ഒക്കെ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി അവരെ ആ രീതിയിൽ ബോധവൽക്കരിക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. മഹല്ലുകളൊക്കെ ഉണർന്നുകൊണ്ട് ആ കടമകൾ അവർ നിർവഹിക്കേണ്ടതുണ്ട്. ഇന്നത്തെ തലമുറ, പുതിയ തലമുറ എന്ന് പറയുന്നത് ഒരു തരത്തിലും നമുക്ക് പിടിതരാത്ത മക്കളാണ്. ഒരു തരത്തിലും ബാപ്പ ഉമ്മ ബന്ധങ്ങൾ എങ്ങനെയായിരിക്കണം എന്ന് പോലും അറിയാത്ത മക്കളാണ് ഇന്ന് വളർന്നു വരുന്നത്. അപ്പം അവരുടെ വിഷയത്തിലൊക്കെ നമ്മൾ കുറച്ചുകൂടി ജാഗ്രത പുലർത്തേണ്ടതുണ്ട്. അവരുമായിട്ട് പെരുമാറുന്ന വിഷയത്തിലൊക്കെ, ഇടപെടുന്ന വിഷയത്തിലൊക്കെ
നമ്മൾ രക്ഷിതാക്കൾ വാപ്പമാർ ഉമ്മമാരൊക്കെ കുറച്ചുകൂടി നയപരമായ രീതിയിൽ അവരെ കൂടുതൽ അവരെ അപകടത്തിലേക്ക് വിടാതെ, ഇന്നത്തെ കുട്ടികൾക്ക് ഈ ഉപദേശങ്ങളും ഒക്കെ ഇഷ്ടമല്ലാത്ത ഒരു കാലമാണ്. കുറേ അധികമാകുന്നത് നിർത്ത് എന്ന രീതിയിലൊക്കെയാണ് അവർ സംസാരിക്കുന്നത്. അവർക്കത് ഇഷ്ടമല്ലാത്ത രീതിയിലാണ്. പിന്നെ പറഞ്ഞ് ബോധ്യപ്പെടുത്തുക അത് നമ്മുടെ ഒരു കടമയാണ്. ഇവിടെ ഖുർആൻ പറഞ്ഞിട്ടുള്ളത്, അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, യാ അയ്യുഹല്ലദീന ആമനു, സത്യവിശ്വാസികളെ, ഇന്ന മിൻ അസ്വാജിക്കും വ ഔലാദിക്കും അദുവ്വൻ ലക്കും ഫഹ്ദറുഹും എന്നാണ്. വഇൻ തഅഫു വ തസ്ഫഹു വ തഗ്ഫിറു ഫഇന്നല്ലാഹ ഗഫൂറുർ റഹീം. സൂറത്തു തഗാബൂനിൽ അല്ലാഹു പറയുകയാണ്, സത്യവിശ്വാസികളെ, നിങ്ങളുടെ ഭാര്യമാരിലും നിങ്ങളുടെ മക്കളിലും ശത്രുക്കളുണ്ട്. ഫഹ്ദറുഹും, അതിനാൽ സൂക്ഷിച്ചുകൊള്ളുക, അല്ലെങ്കിൽ അവരെ കാത്തുകൊള്ളുക എന്ന്. ഭാര്യമാരിലും മക്കളിലും നിങ്ങൾക്ക് ശത്രുക്കൾ ഉണ്ട് എന്ന്. അതുകൊണ്ട് ശത്രുതയോടുകൂടി പെരുമാറണമെന്നല്ല, അങ്ങനെ ഒരു ചുറ്റുപാടുകൾ കൂടി ആ വിഷയത്തിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്ന് ഖുർആൻ നമ്മളെ ഉണർത്തുകയാണ്. ആ വിഷയത്തിൽ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഭാര്യമാരുടെ വിഷയത്തിൽ, മക്കളുടെ വിഷയത്തിൽ നമ്മൾ തളർന്നു പോകാൻ പാടില്ല. അവരങ്ങനെ ചെയ്തു, എൻ്റെ മകൻ അങ്ങനെ ചെയ്തു എന്ന് വിഷമിച്ച് ആകെ പ്രയാസപ്പെടേണ്ട കാര്യമില്ല. അതേപോലെ തന്നെ അവരെ ഉപദേശിച്ച് ഒറ്റയടിക്ക് അങ്ങ് നന്നാക്കാനൊന്നും നമുക്ക് സാധിക്കുകയില്ല. കുറേയൊക്കെ വിട്ടുവീഴ്ചയും ഒക്കെ നമുക്ക് കൊടുക്കാൻ സാധിക്കണം. ഓരോ വിഷയത്തിലും വിട്ടുവീഴ്ചയും മാപ്പും നൽകാൻ സാധിക്കണം. ഈ വിഷയത്തിൽ ഖുർആൻ പറഞ്ഞത്, നിങ്ങൾ വഇൻ തഅഫു വ തസ്ഫഹു വ തഗ്ഫിറു ഇന്നല്ലാഹ ഗഫൂറുർ റഹീം. ഈ വിഷയത്തിലാണ് പറയുന്നത്. അവർക്ക് നിങ്ങൾ മാപ്പ് നൽകിയാൽ, ചിലപ്പോൾ മാപ്പ് നൽകേണ്ടി വരും. ഒരു കുട്ടിയാണ്, ഒരു തെറ്റ് സംഭവിച്ചു, അതിൻ്റെ പേരിൽ അവനെ അടിച്ച് ഒതുക്കി എന്ത് ചെയ്യാൻ പാടില്ല, ആ രീതിയിൽ മർദ്ദിച്ച് അവശനാക്കാൻ പാടില്ല. ഞാനൊരു പിതാവല്ലേ, ഞാൻ ചെയ്യും എന്ന രീതിയിൽ ഉള്ള ഒരു സമീപനം പാടില്ല. മാപ്പ് നൽകാനാണ് ഖുർആൻ പറഞ്ഞിട്ടുള്ളത്. മാപ്പ് കൊടുക്കണം. അതേപോലെ വതസ്ഫഹു, വിട്ടുകൊടുക്കണം. ഇപ്പോൾ മൊബൈല് വിഷയത്തിൽ എത്ര കുട്ടികൾ ആത്മഹത്യ ചെയ്തത്? എന്താ കാരണം? വാപ്പ അവന്റെ മൊബൈൽ മേടിച്ചു വെച്ചു, അല്ലെങ്കിൽ ഉമ്മ മൊബൈൽ മേടിച്ചു വെച്ചു. ആ കാരണത്താൽ ആത്മഹത്യ ചെയ്ത എത്ര കുട്ടികൾ? കാരണം ഇതാണ് ഒരു കാരണം. ആ മൊബൈൽ മേടിച്ചു വെച്ചു, ആ ദേഷ്യത്തിൽ കുട്ടി ആത്മഹത്യ ചെയ്തു. അവിടെ എന്താണ്? അവിടെ ഒരു സമീപനം, മോനെ അത് കൂടുതൽ ഉപയോഗിക്കാൻ പാടില്ല, അത് ഇനി പഠിക്ക്, ആ രീതിയിൽ എന്താണ്, നീ ഇപ്പം പഠിക്ക്, കുറച്ച് കഴിഞ്ഞ് തരാം. എപ്പോഴും ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നിനക്ക് ആപത്താണ്, അപകടമാണ്. അതുകൊണ്ടാണ് ഉമ്മ അല്ലെങ്കിൽ വാപ്പ ഇതൊക്കെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്ന രീതിയിൽ, നല്ല രീതിയിലൊക്കെ. അതല്ലാതെ തട്ടിപ്പറിച്ച് അങ്ങനെ അലമാരി വെച്ച് കൂട്ടി ഒക്കെ കാണിച്ചാൽ, ആ രീതിയിലൊക്കെ സമീപനം വന്നാൽ ഇതുപോലുള്ള അപകടങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ഒക്കെ സംഭവിക്കും. ഈ അഫാന്റെ വിഷയത്തിലൊക്കെ ഇനി പോലീസ് അന്വേഷിച്ച് എന്താണ് യഥാർത്ഥ കാരണം, ആ കുട്ടിക്ക് എന്ത് പറ്റി എന്നുള്ളത്. ഒരിക്കലും ഒരു ആകാൻ പാടില്ലാത്ത ഒരു കുഞ്ഞിച്ചെറുക്കനാണ്. അവൻ എന്തു പറ്റി എന്നുള്ളത് പല കാരണങ്ങളും പറയുന്നുണ്ട്. ഇന്നത്തെ സിനിമകൾ കുട്ടികളെ നശിപ്പിക്കുന്ന തരത്തിലാണ് സിനിമകൾ. ഇന്നത്തെ പുതിയ തലമുറകളുടെ സിനിമകൾ അവരെ ആവേശം കൊള്ളിക്കുന്ന തരത്തിലുള്ള സിനിമകളാണ്. ഇങ്ങനെ അടിച്ച് ഒരാളെ കൊല്ലുന്നത്, ഇഞ്ചിഞ്ചായിട്ട് കൊല്ലുന്ന ആ രീതിയിലൊക്കെയുള്ള ചിത്രീകരണങ്ങളാണ് നടക്കുന്നത്. ഇതാണ് കുട്ടികൾ കാണുന്നത്. അപ്പൊ ആ രീതിയിൽ സിനിമകളൊക്കെ വഴിതെറ്റിക്കുന്നുണ്ട്. അപ്പോൾ സമൂഹവും അതിന് ഉത്തരവാദിയാണ്. ഇത്തരം സിനിമകളെ നിയന്ത്രിക്കണം. ഇതുപോലുള്ള സിനിമകളെ നിയന്ത്രിക്കണം. മുമ്പൊക്കെ അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ഇന്നിപ്പോ അതിലൊന്നും ഒരു ഇതുമില്ല. എല്ലാം എന്തും കാണിക്കാം, എന്തും ചെയ്യാം എന്ന രീതിയിലാണ് ഇന്ന് അങ്ങനെയൊക്കെ പോകുന്നത്. അപ്പോൾ ഈ വിഷയത്തിൽ രക്ഷിതാക്കൾ എന്നുള്ള നിലക്ക്, വാപ്പമാരെന്നുള്ള നിലക്ക്, ഉമ്മമാരെന്നുള്ള നിലക്ക് കുട്ടികളോട് കുറച്ചുകൂടി മാർദ്ദവമായ സമീപനം സ്വീകരിക്കാൻ തയ്യാറാവും. എന്ന് പറഞ്ഞ് അവരെ ഒന്നും പറയേണ്ടെന്നല്ല, ആ ആവശ്യത്തിന് അവരെ ഉപദേശിച്ച് നന്നാക്കണം. ആവശ്യത്തിന് അവരോട് പറഞ്ഞ് കൊടുക്കണം. അങ്ങനെ തന്നെ വിടാൻ പാടില്ല.
അത് വീട് പിന്നെ നമ്മുടെ വീട് പോലീസ് സ്റ്റേഷനും കോടതിയൊന്നും ആകരുത്. വീടിനെ കുറിച്ച് പറഞ്ഞത് എന്താണ്? ഖുർആൻ. അല്ലെങ്കിൽ വീടിനെ കുറിച്ച് നബി പറഞ്ഞത് മസ്കൻ എന്നാണ്. മസ്കൻ ശാന്തിയുടെ ഭവനം എന്നാണ്. അതേപോലെ മൻസിൽ എന്ന ഭാരങ്ങൾ ഇറക്കി വെക്കപ്പെടുന്ന സ്ഥലം എന്നാണ് മൻസിൽ എന്ന് പറയുന്നത്. നമ്മുടെ വീടുകൾക്ക് മൻസിൽ എന്ന് പറയാറുണ്ട്. അപ്പൊ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇത്തരം കാര്യങ്ങൾ ഇനിയും അഫാന്മാരുണ്ടാകാതിരിക്കാൻ നമുക്ക് എത്രമാത്രം ജാഗ്രത ആ വിഷയത്തിൽ നമ്മുടെ സമൂഹ നേതൃത്വം ഒക്കെ ആ മഹല്ലുകൾ ഒക്കെ ശ്രദ്ധിച്ചുകൊണ്ട് ഒരു ബോധവൽക്കരണം, അവർക്ക് ആ രീതിയിൽ ഒരു കുടുംബ സംഗമം, അതിൽ പിന്നെ വാപ്പയുടെ സ്ഥാനം എന്താണ്, ഉമ്മയുടെ സ്ഥാനം എന്താണ്, മക്കളായ അവരുടെ കടമ എന്താണ് ജീവിതം, ഇതിനൊക്കെ കുറിച്ചൊക്കെ പറഞ്ഞു കൊടുക്കണം. ഇത് ഇന്നത്തെ ചുറ്റുപാട് എന്ന് പറയുന്നത് പഠിപ്പിക്കുന്നത് ദൈവമില്ല എന്നാണ്, അള്ള ഇല്ലെന്നാണ് ഇന്നത്തെ മക്കളുടെ തലയിൽ അടിച്ചു കയറ്റുന്നത്. ഈ പുതിയ ഭൗതിക പ്രസ്ഥാനങ്ങളൊക്കെ അതിലേക്കാണ് നമ്മുടെ കുട്ടികളെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. അവരവിടെ നിന്ന് കോളേജ് ക്യാമ്പസുകളിൽ നിന്നൊക്കെ കിട്ടുന്നത് ഇത്തരത്തിലുള്ള അറിവുകളാണ്. അള്ള ഇല്ല, ദൈവനിരാസത്തിലേക്കാണ് കൊണ്ടുപോകുന്നത്. അപ്പൊ പിന്നെ എന്താണ്? പിന്നെ ബന്ധങ്ങൾക്കൊന്നും സ്ഥാനമില്ല, ആർക്കും എന്തും ചെയ്യാമെന്നുള്ള അവസ്ഥയാണ് നിലനിൽക്കുന്നത്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ വിഷയത്തിൽ ജാഗ്രത പുലർത്തുക, ശ്രദ്ധിക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നമ്മുടെ മക്കളെ കൊണ്ട് സമാധാനവും ശാന്തിയും